എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കണിൽ കൂടി അമർത്തൂ. ഹലോ ഗൈസ്, ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹോണ്ടയുടെ അമേസാണ്. ഇപ്പോൾ ഒരുവിധം വിറ്റ് പോകുന്ന വണ്ടികളിലൊരു വണ്ടിയാണ് ഹോണ്ടയുടെ അമേസ്. ഇതൊരു സെഡാൻ രൂപത്തിലുള്ള വണ്ടിയാണ്. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ കീയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ലോക്ക്, അൺലോക്ക്, ഹോൾഡ്. ഈ ഹോൾഡിലേക്ക് നമ്മുടെ ബാക്കിലെ ട്രങ്ക് ഓപ്പൺ ചെയ്യാം. അടുത്തായി പറയാൻ പോകുന്ന ഈ വണ്ടിയുടെ ഒരു ട്രങ്ക് സ്പേസാണ്. ഒരുവിധം തന്നെ കപ്പാസിറ്റി ഉള്ളൊരു ട്രങ്ക് സ്പേസാണ്. പിന്നെ ഈ വണ്ടി മാരുതി ഡിസയർ ആ വണ്ടിയായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ വണ്ടി കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്, കാരണം ഇവിടെ മെറ്റലൊക്കെ എക്സ്പോസ്ഡ് ആക്കിയാണ് വെച്ചേക്കുന്നത്. ഒന്നും കവറിങ് ഒന്നും കാര്യങ്ങളില്ല, അതൊരു ചെറിയൊരു വിഷയമുണ്ട്. പിന്നെ അതുപോലെ ഇതിന് തരുന്ന സ്പെയർ വീല്, ഇതിനകത്താണ് സ്പെയർ വീല്. ഇതിന് തരുന്ന സ്പെയർ വീലും കാര്യങ്ങളൊക്കെ സാധാ അലോയില്ലാത്ത വീലാണ്. പിന്നെ അതുപോലെ തന്നെ 1 ഇഞ്ച് കുറവാണ്, സാധാ നമ്മുടെ ടയറിനേക്കാളും 1 ഇഞ്ച് കുറവുള്ള ഇതാണ്. അത് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി ചെയ്തതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വണ്ടിയുടെ പാർക്ക് സെൻസേഴ്സ്. ഈ 4 ബമ്പറിലും കാണുന്ന പാർക്ക് സെൻസേഴ്സാണ് തരുന്നത്. പക്ഷേ ഇതിൽ റിവേഴ്സ് ക്യാമറ കമ്പനി തരുന്നില്ല. ഇത് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് ടോപ്പ് വേരിയൻറ്റ് വി ആണ്. അടുത്ത പറയാൻ പോകുന്നത് ഈ വണ്ടിയുടെ ടെയിൽ ലൈറ്റാണ്. ടെയിൽ ലൈറ്റ് ഒരു നല്ലതാണ്, പക്ഷേ ഈ വണ്ടിക്ക് ഒന്നും LEDസും കാര്യങ്ങളൊന്നുമില്ല, സാധാ ബൾബാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു അമേസിൻ്റെ ബാഡ്ജ്, ഒരു ഹോണ്ടയുടെ ബാഡ്ജ്, ഇതെല്ലാം ക്രോമാണ്. പിന്നെ ഇത് റിഫ്ലക്ടർ മാതിരി, എന്താ പറയുക, ഹോണ്ട സിവിക്കിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ടെയിൽ ലൈറ്റാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഈ വണ്ടിയുടെ സൈഡ് ഭാഗമാണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഒരു ബോൾഡായിട്ടുള്ള ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഡോറ് തന്നെ കാണാൻ ഒരു ഭംഗിയുണ്ട്. പിന്നെ അടുത്ത് പറയാൻ പോകുന്നത് വണ്ടിയുടെ ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ്. ഇത് കമ്പനി തരുന്നത് നമുക്ക് ഒരു 7 ഡുവൽ സ്പോക്ക് അലോയ് വീലാണ്. ബാക്കിൽ ഡിസ്ക് ഇല്ല. അതല്ലെങ്കിലും വരുന്ന വാഹനങ്ങൾക്കൊന്നും ബാക്കിൽ ഡിസ്ക് ഇല്ല, ഫ്രണ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് സ്പ്രിംഗ് കോയിലാണ് ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളും. പിന്നെ ബ്രിസ്റ്റോൺ ടയറാണ്. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് റേഡിയൽ 175/65 ആണ് ഇതിൻ്റെ ടയറിൻ്റെ സൈസ്. പിന്നെ ട്യൂബ്ലെസ് ടയേഴ്സാണ് ഇതൊക്കെ. അടുത്ത പറയാൻ പോകുന്ന വണ്ടിയുടെ ഒരു കീലെസ് എൻട്രി ആണ് വണ്ടി. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കീലെസ് എൻട്രി ആണ്. പിന്നെ ഇത് പുഷ് ബട്ടൺ. ഈ ബട്ടൺ നമ്മൾ ഡോർ തുറക്കാനും ക്ലോസ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ഹോണ്ട സിറ്റിയിൽ കാണുന്നത് പോലെ ഇവിടെ ഗസ്റ്റർ ഉണ്ട്. ഈ ഗസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കൈ കൊണ്ട് ഇത് തൊട്ട് കഴിഞ്ഞാൽ ഡോർ അൺലോക്ക് ആവും. നമ്മുടെ കയ്യിൽ താക്കോൽ എന്ന് പറയുമ്പോൾ പുഷ് ബട്ടണുള്ള ഈ കീ വേണം, എന്നാൽ മാത്രമേ തുറക്കുകയുള്ളൂ. അടുത്ത പറയാൻ പോകുന്നത് വണ്ടിയുടെ ഫ്രണ്ട് വീലാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം അലോയ് വീലാണ്, കമ്പനി തരുന്ന അലോയ് വീലാണ്. പിന്നെ ഇതൊരു ഡിസ്ക് വരുന്നുണ്ട്. അത്യാവശ്യം ബ്രേക്കിങ് കാര്യങ്ങളും ഉണ്ട്. ABS ഉണ്ട്, EBD ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂബ്ലെസ് ടയറാണ്, ഇഷ്ടം തരുന്ന ടയറാണ്. അടുത്ത പറയാൻ പോകുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ ഭാഗമാണ്. പിന്നെ ഒരു നല്ല ഭംഗിയുള്ളൊരു വണ്ടിയാണിത്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് കൊടുക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു സാധാ ഹെഡ്ലൈറ്റാണ്. പിന്നെ ഒരു സാധാ ഇൻഡിക്കേറ്ററും, പിന്നെ ഡേറ്റ് ആൻഡ് റണ്ണിങ് ലാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ LED സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി ഫ്രണ്ട് വരുന്നത് എല്ലാ ഹോണ്ട വണ്ടികൾ കാണുന്നത് പോലെ തന്നെ ഒരു ക്രോം ഫിനിഷാണ്, ഒരു ബോൾഡായിട്ട് ഇവിടെ മുതൽ അവിടം വരെ വണ്ടി ഫ്രണ്ട് മൊത്തം നിറഞ്ഞിരുന്നൊരു ക്രോമാണ്. അതുപോലെ വണ്ടി താഴത്തേക്ക് വരുവാണെങ്കിൽ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോഗ് ലാമ്പ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ ഈ സൈഡിൽ ഒരു ഫോഗ് ലാമ്പ് ഉണ്ട്. ഒരു ബ്ലാക്കാണ് ഒരു ടോൺ കൊടുത്തിരിക്കുന്നത്. ഇത് കാണുന്നത് ഹോണ്ടയുടെ 1.5 ഡീസൽ എഞ്ചിൻ, എർത്ത് ഡ്രീംസ് ടെക്നോളജി. പിന്നെ അതുപോലെ തന്നെ ഒരുവിധം വലിയ ക്യാബിനാണ്. അതുപോലെ തന്നെ ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് സൗണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ. ഇതൊരു ഡീസൽ എഞ്ചിനാണ്. അതുപോലെ CVT ടെക്നോളജി, ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണിത്. അതുപോലെ തന്നെ ഒരു വലിയൊരു എൻജിൻ റൂമാണ്. അത്യാവശ്യം ബോഡി വെയ്റ്റും കാര്യങ്ങളുണ്ട്. ഈ നമ്മുടെ ഈ ബോണറ്റ് തന്നെ നല്ലൊരു വെയിറ്റ് ഉണ്ട്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇൻറ്റീരിയർ ആണ്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കിടക്കാം, നോക്കാം. ഒരുവിധം നല്ല ഇൻറ്റീരിയറാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും ഫ്രണ്ടിലേക്കാണ് കയറ്റിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പവർ ഔട്ട്ലെറ്റും, ഒരു 12 വോൾട്ട് ഒരു സോക്കറ്റാണ്. പിന്നെ ഒരു പവർ വിൻഡോ കാര്യങ്ങളും അതിനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹെഡ്സെറ്റ് കുത്താനുള്ള ഒരു പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു
എന്താ പറയുക, ക്യാബിനിൽ നിന്നൊരു ഹൈറ്റ് ഇത്തിരി കൂടുതലുണ്ട്. ഒരുവിധം കുഴപ്പമില്ലാത്ത ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴയ അമേസിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇത് പുതിയ അമേസിൽ നമുക്കിത് ഒരു ഹെഡ്, നമ്മൾ തല വയ്ക്കുന്ന സ്ഥലം പൊക്കാനോ താത്താനോ അതിനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പഴയ അമേസിൽ അതുണ്ടായിരുന്നില്ല. അത് സീറ്റിനോട് തന്നെ ജോയിൻ്റ് ആയിരുന്നു. ഒരു മാഗസീൻ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികം ഒരു ബീജും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ബ്ലാക്ക് ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മാച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 സ്പീക്കർ യൂണിറ്റും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ എന്താ പറയുക, ചെറിയൊരു ഗ്ലാസ്സാണ് വണ്ടിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നല്ലൊരു യാത്ര കംഫർട്ടുള്ളൊരു വണ്ടിയാണ്. കാരണം നമ്മൾ എത്ര ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. നല്ലൊരു സുഖമാണ് വണ്ടി യാത്ര ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ ബാക്കിൽ 3 പേർക്ക് ഇരിക്കാം, അത്യാവശ്യം 3 പേർക്ക് ഇരിക്കാം. അതുപോലെ തന്നെ ഒരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ ഒന്നും വേറെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു എന്താ പറയുക, ഒരു പിടിക്കാനുള്ളൊരു സംഭവം ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി ഫ്രണ്ട് വശത്തേക്കൊന്ന് കിടക്കാം. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന വണ്ടിയുടെ ഒരു എന്താ പറയുക, ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ ഭാഗമാണ്. ഇത് ഞാൻ ബാക്കിലേക്കൊന്ന് ഇറക്കിയിട്ടാണ് നമുക്ക് നോക്കാം. ഒരു ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷും പിന്നെ അതുപോലെ ഒരു ബീച്ച് കളർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴയ അമേസിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതൊരു V മോഡലായതുകൊണ്ട് ടോപ്പ് എൻഡാണ്. പക്ഷേ ഇതിനൊരു എന്താ പറയുക, ടച്ച് സ്ക്രീനും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഓട്ടോമാറ്റിക് AC, ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു CVT ഗിയർ ബോക്സ്. ആദ്യമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഡീസൽ എൻജിനിൽ നിന്ന് CVT ഗിയർ ബോക്സ് കൊടുക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് പോകാം. 2 എന്താ പറയുക, AC വെൻസ് ഉണ്ട്. ഒരു ക്രോം ഫിനിഷ് മാതിരിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അസാർഡ് സ്വിച്ച് ലൈറ്റും പിന്നെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ, ഒരു വാനിറ്റി മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് പറയുന്നത് ഒരു സാധാ ഒരു മിററാണ്. പിന്നെ അടുത്തതെന്ന് പറയാൻ സ്റ്റിയറിങ്, 3 സ്പോക്ക് സ്റ്റിയറിങ് ആണ്. നമുക്കിനി അടുത്ത വശത്തേക്ക് നമുക്ക് കിടക്കാം. അടുത്തായി പറയുമ്പോൾ വണ്ടിയുടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഒരു TFT ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ RPM മീറ്ററും റൈറ്റ് സൈഡിൽ ഒരു സ്പീഡോ മീറ്ററും പിന്നെ അതുപോലെ തന്നെ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് ഹോണ്ടയുടെ. മിക്ക ഹോണ്ട വണ്ടികൾ കാണുന്ന സെയിം സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഒരു പിയാനോ ബ്ലാക്ക് ടച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇത് പെട്രോൾ CVTക്ക് മാത്രമാണ് ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുക്കുന്നത്. ഡീസൽ CVTക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇല്ല. പിന്നെ എനിക്ക് ഒരു മൈലേജ് കിട്ടുന്നത് ഒരു 23-22 എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളുണ്ട്. പിന്നെ സാധാ വണ്ടി കാണുന്ന പോലെ തന്നെ ഒരു വൈപ്പർ, അതിൻ്റെ മിസ്റ്റും കാര്യങ്ങളും, പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഇൻഡിക്കേറ്റർ, പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളുടെയും സ്വിച്ചും കാര്യങ്ങളാണ്. നമുക്കൊന്ന് ഇത് പുഷ് ബട്ടനാണ്. അപ്പോൾ നമ്മളൊന്ന് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ വണ്ടി കിടക്കുന്നത് പാർക്കിലാണ്, അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് റൈറ്റ് ഫുട്ട്, നമ്മളെപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുമ്പോൾ വലത് കാല് ഉപയോഗിച്ച് നമുക്ക് ഓടിക്കാവുള്ളൂ. ഈ ഡെഡ് പെഡലിൽ ലെഫ്റ്റ് സൈഡ് ഇടത് കാല് വെച്ചിട്ട് വലത് കാല് ബ്രേക്കിൽ ചവിട്ടിയതിന് ശേഷം പുഷ് ബട്ടൺ ഒരു പ്രാവശ്യം കൂടി ഞെക്കുക. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. ഇപ്പോൾ വണ്ടി കിടക്കുന്ന ഒരു, നമുക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാർക്കിൽ നിന്ന് റിവേഴ്സിലേക്ക് ഇടാം. ഡ്രൈവിലേക്ക് പോകുന്ന ന്യൂട്രൽ, അതിനുശേഷം ഡ്രൈവ്. ന്യൂട്രലിലേക്ക് ഇടാം. അതുപോലെ CVT ഗിയർ ബോക്സിനടുത്ത് ഒരു എന്താ പറയുക, ഒരു സംഭവമുണ്ട്. ഈ സംഭവം ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗിയറിലേക്ക് മാറാം. അത് സാധാ ഹാൻഡ് ബ്രേക്കാണ്. പിന്നെ നമ്മൾ ഈ വണ്ടി പാർക്കിലേക്ക് ഇടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ലോക്കുകളെല്ലാം തുറക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. സെറ്റ് നമുക്ക് നോക്കാം. ഹലോ,
കേട്ടില്ലേ, ഒരു നല്ല ഒരു ഇതാണ് സ്പീക്കറിന് ഒരു നല്ല സ്പീക്കർ തന്നെയാണ്. പിന്നെ ഇതിന് തരുന്ന നമുക്കൊരു മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെ പവർ വിൻഡോ ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇത് ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ച്. പിന്നെ ഒരു ഓട്ടോ, പിന്നെ 4 എന്താ പറയുക പവർ വിൻഡോസിൻ്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലേക്ക് പോയാൽ പെട്രോൾ നമുക്ക് ഡീസൽ നിറയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വലിച്ചു കഴിഞ്ഞാൽ തുറക്കാം. അതുപോലെ തന്നെ ഡിക്കിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ബൈ.